വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരോപണങ്ങൾക്ക് പിന്നിലെല്ലാം തന്നെ ഇടതുപക്ഷ സംഘടനകളും CPM-ഉം അതുപോലെ തന്നെ ഇടതുപക്ഷ അനുഭാവികളും ആയിട്ടുള്ള ആളുകളാണ്. നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഇവരിങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു സഖാവ് CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് അനിൽകുമാർ 4 മണിക്കൂർ മുൻപ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഒരു പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ പറയുക, ഏതൊരാൾക്കും ആ കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതും അദ്ദേഹം പച്ചക്കള്ളം പറയാണ്. അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിന് അദ്ദേഹം നൽകിയിട്ടുള്ള ഹെഡിങ് തന്നെ വയനാട് ഫണ്ട് തട്ടിപ്പ് മുസ്ലിം ലീഗ് ചെയ്തത് എന്ത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു വലിയ മാറ്ററാണ്. അത്രയും വായിച്ചൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല. നമ്മൾ ആ പച്ചക്കള്ളം എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് മാത്രം. ബാക്കിയൊക്കെ കള്ളങ്ങളാണ്. അതിനെപ്പറ്റിയൊക്കെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ടൈം ഒരുപാട് എടുക്കും. അതുകൊണ്ട് അത്രയും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഈ ഒരു പോസ്റ്റിൽ അദ്ദേഹം വയനാട് ഫണ്ട് തട്ടിപ്പ് മുസ്ലിം ലീഗ് ചെയ്തത് എന്തെന്ന് പറഞ്ഞിട്ട് നമ്പർ ഇട്ടിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ നമ്പർ ഇട്ട് എഴുതിയതിൽ 1, 2, 3 4ാമത്തെ നമ്പറിലുള്ളതാണ് അദ്ദേഹം പറഞ്ഞ പച്ചക്കള്ളം എന്ന് ഞാൻ പറയുന്നത്. ഇത് തെളിവ് സഹിതം സ്ക്രീൻ റെക്കോർഡ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. പച്ചക്കള്ളമല്ല, ഇത് യഥാർത്ഥമായിട്ടുള്ള സംഭവമാണ്. ലീഗ് ആരെയും പറ്റിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് സഹിതം ഞാനത് സ്ക്രീനിൽ റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ 4ാമതായിട്ട് അദ്ദേഹം എഴുതിയത്, ആളുകളെ കബളിപ്പിക്കാൻ ഒരു ആപ്പ് വഴി പണശേഖരണം നടത്തി സുതാര്യത അഭിനയിച്ചു. അവസാനം ആപ്പ് അപ്രത്യക്ഷമായി. അതായത് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് ഒരു ആപ്പ് വഴി പണശേഖരണം നടത്തി, സുതാര്യത അഭിനയിച്ചു, അവസാനം ആപ്പ് അപ്രത്യക്ഷമായി. ഫോർ വയനാട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് അനിൽകുമാർ എന്ന് പറയുന്ന CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. പച്ചക്കള്ളം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അനിൽകുമാറിൻ്റെ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇദ്ദേഹമാണ് അനിൽകുമാർ. ഫോട്ടോ സ്ക്രീൻ റെക്കോർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി അദ്ദേഹം പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ ഫോർ വയനാട് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷന് അദ്ദേഹം പറയുന്നത് എന്താണ്? ആപ്ലിക്കേഷന് അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. അതായത് ആ ആപ്ലിക്കേഷൻ ഇല്ല, അത് കാണാൻ പറ്റാത്ത സാഹചര്യത്തിലായി കഴിഞ്ഞു. അപ്പം ലീഗ് അതിലൂടെ ആളുകളെ കബളിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇദ്ദേഹം പറയുന്ന ഈ ആപ്ലിക്കേഷന് യഥാർത്ഥത്തിൽ അപ്രത്യക്ഷമായിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ നമ്മളെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഐഫോണിൽ ആപ്പിൾ ഫോണിലും ഉണ്ട് ഈ ആപ്ലിക്കേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നമ്മൾ ആൻഡ്രോയിഡിലാണ് ചെക്ക് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നമുക്ക് പ്ലേ സ്റ്റോർ നമ്മൾ എടുക്കുക. ആൻഡ്രോയിഡ് ഫോണിൽ പ്ലേ സ്റ്റോർ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, താഴെ സെർച്ച് എന്ന് പറയുന്ന ഭാഗത്ത് വന്നിട്ട് ഇവിടെ നമുക്ക് ഫോർ വയനാട് അപ്പോൾ തന്നെ വരുന്നുണ്ട്. ഫോർ വയനാട് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ വരുന്നുണ്ട് ഫോർ വയനാട് ആപ്പ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അവിടെ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഫോർ വയനാട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ, ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് പ്ലേ സ്റ്റോറിലും, ആപ്പിൾ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആപ്പ് സ്റ്റോറിലും നമുക്കത് ലഭിക്കും. അപ്പോൾ ഈ ഫോർ വയനാട് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ നോക്കി, പ്ലേ സ്റ്റോറിൽ നോക്കി കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടച്ച് ചെയ്തു. ഇൻസ്റ്റാൾഡ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇൻസ്റ്റാളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവാണ്. ഈ ഒരു ആപ്ലിക്കേഷനാണ് അപ്രത്യക്ഷമായിട്ട് എന്ന് പറയുന്നത് അനിൽകുമാർ. ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ പറ്റുന്നത്? ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ പച്ചക്കള്ളം പറയുന്ന സഖാക്കളോട് പറയാനുള്ളത്, ദയവ് ചെയ്തിട്ട് ഒന്ന് പരിശോധിക്കുക. നമ്മൾ പറയുന്ന കളവാണെങ്കിലും സത്യമാണെങ്കിലും അത് തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യമാണെങ്കിൽ അതൊന്ന് പരിശോധിച്ചിട്ട് വേണം എന്ത് പറയാൻ. അതിനെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ചാനൽ ചർച്ചകളിലാണെങ്കിലും പറയാൻ തെളിവ് സഹിതം അതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട്
ഡൗൺലോഡ് ചെയ്യാൻ ഒരല്പ സമയം എടുക്കും. ഏതായിരുന്നാലും ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇത് ലൈവായിട്ട് തന്നെ ഞാൻ കാണിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കും, കുറച്ച് സ്പീഡാക്കാൻ ശ്രമിക്കാം. പിന്നെ ലൈവായിട്ട് കാണിക്കുന്നത് ഇത് ഞാൻ ഇനി വേറെ ആപ്ലിക്കേഷൻ്റെ കയ്യിലുള്ളത് എടുത്തിട്ട് കാണിക്കുക എന്നുള്ളത് വേണ്ട. സ്ക്രീൻ റെക്കോർഡായിട്ട് ഞാൻ ലൈവായിട്ട് കാണിക്കുന്നത് അതിനെ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ കണ്ടിട്ട് വിലയിരുത്താം എങ്ങനെയുണ്ട് എന്നുള്ളത്. വൈഫൈ ലേശം സ്ലോ ആണ്, ഒന്ന് സ്പീഡാക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഫോർ വയനാട് എന്നുള്ള ആപ്ലിക്കേഷന് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇതാ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് ഫോർ വയനാട് പുനരധിവാസ ഫണ്ട് ശേഖരണം IUML കേരള സ്റ്റേറ്റ് 36,08,11,688 രൂപ എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ സ്ക്രോൾ ചെയ്തുകൊണ്ട് വീടുകൾ സംഭാവന നൽകാമെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ചിലവഴിച്ച തുക എന്ന് പറഞ്ഞിട്ട്. നമ്മളിവിടെ വ്യൂ മോർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലവഴിച്ച തുക എൻ്റെത് 15,71,96,298 രൂപ. ഭൂമി വാങ്ങിയ വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എമൗണ്ടിൻ്റെത് കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ നൽകിയിട്ടുണ്ട്. പിന്നെ 14 കോടിൻ്റെ പിന്നെ ഇതിലുള്ള അത് ടോട്ടൽ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവരങ്ങളാണ് കാണിക്കുന്നത്. റമദാൻ റിലീഫ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് 11,96,000 സംതിങ് അത് കാണിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഡീറ്റെയിലിംഗ് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും. ഇതിൻ്റെ വ്യൂ മോറിൽ പോയി കഴിഞ്ഞാൽ വ്യൂ മോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ വയനാട് പിന്നെ ഭൂമി വാങ്ങിയ വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ് സ്ക്രീനിൽ കാണാൻ പറ്റും. അതിന് വയനാട് പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂമി വാങ്ങിയ ചിലവുകൾ താഴെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ വിലങ്ങാട് ഉരുൾപൊട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഈ ആപ്ലിക്കേഷനിൽ കാണിക്കുന്നുണ്ട്. എക്സ്പെൻസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീടുകൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതിൽ 22 ഹൗസസ് ഫോർ ടാപ്പ് ടു വ്യൂ എന്ന് പറയുന്ന അവിടെ പോയിട്ട് നമ്മൾ നെക്കിക്കഴിഞ്ഞാൽ വീട് 10 നെയിം ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. മജ്ലിസ് ആർട്സ് സയൻസ് കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡീറ്റെയിലിങ് AIKMCC ബാംഗ്ലൂർ, AIKMCC തമിഴ്നാടു, പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വീട് സ്പോൺസർ ചെയ്ത ഇതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കോൺട്രിബ്യൂഷൻ. അപ്പോൾ അത് കാണിക്കുന്നുണ്ട്. അതുപോലെ ഫുൾ ഡീറ്റെയിൽ നമുക്കിവിടെ ഈ ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റും. ഈ ആപ്ലിക്കേഷനാണ് അപ്രത്യക്ഷമായി എന്ന് സഖാവ് K അനിൽകുമാർ എന്ന ഉത്തരവാദിത്വപ്പെട്ട CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പറയുന്നത്. ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക? ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു നിജസ്ഥിതി മനസ്സിലാക്കണ്ടേ? ഏതൊരു മനുഷ്യനും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ പൊട്ടന്മാരല്ല. ഏതൊരു മനുഷ്യനും ഒരു ഫോൺ എടുത്തിട്ട് ഈ ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്താൽ കിട്ടും. അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. എന്നിട്ട് ഇത് ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതി പിടിപ്പിച്ച് വിടുക എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം വികലമായ മനസ്സാണ് ഇവർക്കൊക്കെ ഉള്ളത്. ഞാൻ പറയുന്നത് ഈ സഖാക്കളെല്ലാം തന്നെ കൈരളി ചാനൽ കാണുന്ന ആളുകളും ദേശാഭിമാനി വായിക്കുന്ന ആളുകളും പാർട്ടി നേതാക്കന്മാരെ മാത്രം അവരുടെ സോഷ്യൽ മീഡിയ ആണെങ്കിലും അവരുടെ പ്രസംഗങ്ങളാണെങ്കിലും മാത്രം കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ വിഡ്ഢിയാക്കുകയാണ് ഇത്തരം സഖാക്കൾ ചെയ്യുന്നത്. ഒരു സംസ്ഥാന കമ്മിറ്റി അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ നിന്നിട്ട് താഴോട്ട് വരുന്ന ആളുകളൊക്കെ എന്തൊക്കെ ചെയ്യും? ഇത്തരം കള്ളത്തരങ്ങൾ എങ്ങനെയൊക്കെ പ്രചരിപ്പിക്കും? അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് എനിക്ക് സഖാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ആര് പറയുകയാണെങ്കിലും അതിനെ പറ്റിയിട്ടൊന്ന് പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ പഠിച്ച കാര്യങ്ങൾ സത്യമാണെങ്കിൽ അസത്യമായിട്ട് അവതരിപ്പിക്കുക. അതല്ലെങ്കിൽ കളവാണെങ്കിൽ തിരിച്ചവരോട് പറയണം. അത് നമ്മളെ നേതാക്കളായിക്കോട്ടെ, എന്താ കുഴപ്പം? അവരോട് പറയണം നിങ്ങൾ ചെയ്തത് തെറ്റാണ്. ഇങ്ങനത്തെ പോസ്റ്റുകൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണ്ടേ എന്ന് അവരോട് തിരിച്ച് ചോദിക്കാനുള്ള ഒരു ആർജവം, ഒരു ചങ്കൂറ്റം വേണം സഖാക്കൾക്ക്. നിങ്ങളെല്ലാ കാലവും പിന്നെ ഈ കൈരളി ചാനൽ കണ്ടും അതേപോലെ ദേശാഭിമാനി വായിച്ചിട്ടും ഇവർ പറയുന്ന ഈ പൊട്ടത്തരങ്ങളും കള്ളത്തരങ്ങളും മനസ്സിലാക്കിയിട്ട് സഖാക്കൾ അതായത് നിങ്ങളെ നേതാക്കളായിട്ടുള്ള കളവ് പ്രചരിപ്പിക്കുന്ന ആളുകൾ പറയുന്ന പൊട്ടത്തരങ്ങളൊക്കെ കേട്ടിട്ട് ജീവിക്കേണ്ട ആളുകളല്ല. മറ്റുള്ള ചാനലുകളും കാണുക, മറ്റുള്ള പത്രങ്ങൾ വായിക്കുക, സോഷ്യൽ മീഡിയയിൽ മറ്റുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളും വായിച്ചറിഞ്ഞിട്ട് അതിനെ താരതമ്യം ചെയ്യുക, അതിലെ സത്യവും അസത്യവും വേർതിരിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്ത്?
അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത്. അല്ലാതെ ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് നേരെ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെയധികം വിഡ്ഢിത്തരാണത്. ആ ഒരു പോസ്റ്റ് നമ്മൾ വായിച്ച് വിലയിരുത്തിയിട്ട് അതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കിയിട്ട് മാത്രം അത് സമൂഹത്തിന് നല്ലതാണോ സന്ദേശം നൽകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം അതെന്ത് ചെയ്യുക, പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അതല്ല അത് തെറ്റാണ് പ്രചരിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ എഴുതുന്ന ആളുകളോട് നിങ്ങൾ തിരിച്ചു ചോദിക്കണം, ഇത്തരം കള്ളങ്ങൾ എന്തിനു പ്രചരിപ്പിക്കണം? ലീഗിൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോളൂ, തിരുത്താൻ ലീഗ് പ്രസ്ഥാനം തയ്യാറാകും. അത് തെറ്റായിരിക്കണം. ഇതേപോലെ പച്ച കള്ളങ്ങൾ പറഞ്ഞിട്ട് അപ്രത്യക്ഷമായി എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. ഈ അപ്രത്യക്ഷമായി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണിക്കുക. അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ലൈവായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കുന്ന നേതാക്കന്മാരെ ഒരിക്കലും അംഗീകരിക്കരുത്. ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞിട്ട് ഈ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ പറ്റൂല. ഒരുപക്ഷെ വിവരമില്ലാത്ത ആളുകളായിട്ടുള്ളവരെ പൊട്ടന്മാരാക്കാൻ കഴിയും. കാരണം അവർ ചിലപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഇവർ പറയുന്നത് തന്നെ ശരിയെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ കേരളത്തിലെ ജനങ്ങളെല്ലാവരും പൊട്ടന്മാരും മന്ദബുദ്ധികളാണെന്നുള്ളത് ഇതുപോലെ സംസ്ഥാന കമ്മിറ്റി അംഗം വരെ ആയിട്ടുള്ള കെ അനിൽകുമാർ ഒന്നും ഒരിക്കലും വിചാരിക്കരുത്. കേരളത്തിലെ ജനങ്ങൾ നല്ല ബുദ്ധിയുള്ളവരാണ്, എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നവരാണ്, ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ്. ജനപക്ഷത്ത് നിന്നുകൊണ്ട്, അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഭരണത്തിന് എങ്ങനെ നീട്ടി നീട്ടി കിട്ടുമെന്നുള്ള ആ ഒരു വ്യാമോഹത്തിൽ അങ്ങനെ നിൽക്കുന്ന ആളുകളെ അവരൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ല, ജനങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലോണം പഠന വിധേയമാക്കുക. ഇതിലൊക്കെ സത്യമുണ്ടോ കളവാണോ എന്നൊക്കെ പഠന വിധേയമാക്കിയിട്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ഇതേപോലെയുള്ള കള്ളത്തരങ്ങൾ പൊളിച്ചെഴുതാൻ വേണ്ടിയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ടും വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.